നിങ്ങൾക്ക് അറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ, ഞാൻ ഒരു കിഡിലെ യൂട്യൂബറാണ്. സംഭവം ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്തായാലും ഒരു കിഡിലെ യൂട്യൂബറാണ്. പിന്നെന്താ വേറെ പറയുള്ളത്, ഞാൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും, പിന്നെ ഞാൻ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും, പിന്നെ ഞാൻ പാട്ട് വേണ്ട, ഞാൻ ഈ പാവങ്ങളെയൊക്കെ കുറെ സഹായിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. പിന്നെന്താ, ഞാൻ മറ്റുള്ളവർക്ക് തന്നെ ഭയങ്കര ബഹുമാനമൊക്കെയാണ്. ആരും തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ഞാനിങ്ങനെ ഞാൻ എൻ്റെ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഒരു സംഭവമാണ്, ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന ഒരു ബഹുമാനം എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടും. വ്യക്തമായില്ല. അതായത് ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ തന്നെ എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആ ബഹുമാനം നിങ്ങൾക്ക് എന്നോട് തോന്നും. ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഞാൻ റോബിൻ. എൻ്റെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ മുഖത്ത്? ഉണ്ടെങ്കിൽ ആ കമന്റ് സെക്ഷൻ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. ഞാനൊരു കഥ പറയാം. കഴിഞ്ഞ ദിവസം ഒരു കഥ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. അതായത് അലക്സാണ്ടർ ചക്രവർത്തി, നമുക്കറിയാം അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അദ്ദേഹം ഒരു യാത്ര പോവുകയായിരുന്നു. യാത്രക്കിടയിൽ ഒരു സന്യാസിയെ കണ്ടുമുട്ടി. അപ്പോൾ ഈ സന്യാസി അലക്സാണ്ടർ ചക്രവർത്തിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമയം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തു. അലക്സാണ്ടർ ചക്രവർത്തി ആ സന്യാസിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, താങ്കൾ എന്താണ് എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ സന്യാസി ഒന്നും തന്നെ മിണ്ടിയില്ല. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചോദ്യം ഗൗനിക്കാതെ വീണ്ടും അയാളെ ആ ചക്രവർത്തിയെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെയിരുന്നു. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിക്ക് അല്പം ദേഷ്യം വന്നു. ചക്രവർത്തി പറഞ്ഞു, ഞാനൊരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്, എന്നെ ഇങ്ങനെ തന്നെ തമാശ രൂപത്തിൽ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് കടുത്ത നടപടികൾ എടുക്കേണ്ടി വരും. താങ്കൾ എന്താണ് ഇങ്ങനെ നോക്കി എന്നെ ചിരിക്കുന്നത് എന്നുള്ളത് എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ആ സന്യാസി അല്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഈ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ടല്ലോ, താങ്കൾ വലിയ ചക്രവർത്തിയാണ്, താങ്കളുടെ ദിനത്തിൽ ഒരുപാട് സാമ്രാജ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മഹത്വങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ളതാണ്. അത് ഇങ്ങനെ ഒരു രാജാവിനോട് അല്ലെങ്കിൽ ചക്രവർത്തിയോട് ഇത്തരത്തിൽ ഒരാൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അയാളുടെ കഴുത്തിന് ഇതിന്റെ തല കാണില്ല. പക്ഷെ ചക്രവർത്തി അല്പം കൂളായിട്ട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് സന്യാസി കൂടിയാണല്ലോ, താങ്കൾ എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. സന്യാസി ഒരു ഉദാഹരണം സഹിതമാണ് പറഞ്ഞത്. സന്യാസി പറഞ്ഞു, താങ്കൾ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. താങ്കളുടെ എതിർവശത്തൂടെ ഒരാൾ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളമായിട്ട് വരുന്നുണ്ട്. താങ്കൾക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. താങ്കൾ എന്തായിരിക്കും ചെയ്യാൻ? ചക്രവർത്തി എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ പാത്രം വെള്ളം ഞാൻ ചോദിക്കും. പക്ഷെ ആ സന്യാസി പറഞ്ഞു, അങ്ങനെ വെറുതെ തരാൻ അയാൾക്ക് നിർവാഹമില്ല, പകരം എന്തെങ്കിലും കൊടുക്കണം. താങ്കൾ എന്ത് കൊടുക്കും എന്ന് ചോദിച്ചു. ചക്രവർത്തി പറഞ്ഞു, ഞാൻ എൻ്റെ സാമ്രാജ്യത്തിന്റെ പകുതിയും അയാൾക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കേട്ട് സന്യാസി ഒന്ന് ചിരിച്ചു. അത് മതിയാവാതെ വന്നാലും. അപ്പോൾ ചക്രവർത്തി വീണ്ടും ആലോചിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ സാമ്രാജ്യത്തിന്റെ മുഴുവൻ സാമ്രാജ്യവും അയാൾക്ക് എഴുതി കൊടുക്കാം. എനിക്ക് ആ ഒരു പാത്രം വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് അപ്പോൾ അത്യാവശ്യമാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ സന്യാസി വീണ്ടും ചിരിച്ചു. കാരണം സന്യാസി പ്രതീക്ഷിച്ച ഉത്തരം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ സന്യാസി ചോദിച്ചു, താങ്കൾ ഇത്ര നേരമായി പറഞ്ഞ ആ മഹത്വങ്ങൾക്ക് അല്ലെങ്കിൽ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനാണ് അല്ലെങ്കിൽ വലിയൊരു ചക്രവർത്തിയാണ്, ഇതിന്റെ എല്ലാം വില എന്ന് പറയുന്നത് വെറും ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിന് തുല്യമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചക്രവർത്തി വളരെയേറെ ചിന്തിച്ചു. ഇത് നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സ്വയം കൽപ്പിച്ച് നൽകുന്ന ചില വിലകളുണ്ട് നമുക്ക്. നമ്മൾ അങ്ങനെയാണ്, മറ്റുള്ളവരെ സഹായിക്കും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ നമ്മൾ സ്വയം കൽപ്പിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വിലയുണ്ട്. ആ വില യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് ഒന്ന് കാരണം നമ്മുടെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ സ്വയം കൽപ്പിച്ച് നമുക്ക് നൽകേണ്ടതല്ല. അത് മറ്റുള്ളവർ അവരുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് നൽകേണ്ട ഒന്നാണ്. നമ്മളൊക്കെ വലിയ സംഭവമാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ട്, ആ ഒരു സ്ഥാനം ഭയങ്കര വലിയ സംഭവമാണ് എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ നാണം കെടുകയല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ. നേടിയെടുക്കുന്ന സ്ഥാനങ്ങൾക്ക് എവിടെയെങ്കിലും തലക്കനം കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനൊരു സ്വീകാര്യതയും എവിടെയും ലഭിക്കാൻ പോകുന്നില്ല. പണവും പദവിയും ഒന്നും തന്നെ ഇല്ലെങ്കിലും ആളുകൾ മനസ്സറിഞ്ഞ് അംഗീകരിക്കുന്ന ചിലരുണ്ട്. അവർക്ക് സഞ്ചരിക്കാൻ വലിയ രാജവീതികളോ അല്ലെങ്കിൽ ഇരിക്കാൻ വലിയ ഇരിപ്പിടങ്ങളോ ഒന്നും ആവശ്യം ഉണ്ടായിരിക്കില്ല. അവർ വസിക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലായിരിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ മുൻ മുഖ്യൻ ഉമ്മൻചാണ്ടി സാർ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങളുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടു. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന്. അകം പൊള്ളയായവരും അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ച് സഹായം ചെയ്യുന്നവരുമാണ് സഹായം ചെയ്യുന്നതോടൊപ്പം സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ അതിനൊത്ത ബഹുമതികളും എല്ലാം ആഗ്രഹിക്കും. വില കൊടുത്തും ഭീഷണിപ്പെടുത്തിയും
നമ്മൾ നേടിയെടുക്കുന്ന ചില ബഹുമതികളുണ്ട്, അതൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ല, അതിനധികം ആയുസ്സും ഉണ്ടായിരിക്കില്ല. അത്തരത്തിൽ നിർബന്ധിതമായി നമ്മൾ ബഹുമാനിക്കേണ്ട ചില അവസരങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഓഫീസിൽ ഒരു മാനേജർ ഉണ്ട് എന്ന് വിചാരിക്കുക. അദ്ദേഹം ഭയങ്കര ക്രൂരനാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു തരത്തിലും കോപ്പറേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന, ചീത്ത പറയുന്ന അത്തരത്തിലൊരു മോശം മാനേജറാണ്. പക്ഷേ അയാളെ എന്തൊക്കെ വന്നാലും നിങ്ങൾ ബഹുമാനിച്ചേ മതിയാവും. കാരണം എന്താ വെച്ചാൽ കമ്പനിയുടെ പോളിസി അതാണ്. നിങ്ങളുടെ ജോലി സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷെ അത്തരത്തിൽ നിർബന്ധിത ബുദ്ധിയോടെ അല്ലെങ്കിൽ നിർബന്ധിച്ച് ബഹുമാനിക്കാതെ ബഹുമാനം നമുക്ക് മനസ്സറിഞ്ഞ് കൊടുക്കാൻ സാധിക്കുന്ന ചിലരുണ്ട്. അതായത് അത്തരത്തിലുള്ളവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും. അവരോടുള്ള നമ്മുടെ സംസാരത്തിൽ പോലും നമ്മൾ ആ ബഹുമാനം കീപ്പ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു ബഹുമാനം മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനെന്ത് ചെയ്യാൻ പറ്റുക? മറ്റുള്ളവരെ സഹായിക്കാൻ, നല്ല രീതിയിൽ മറ്റുള്ളവർ പെരുമാറുക. പക്ഷെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം നേടിത്തരാൻ നമുക്ക് സഹായിക്കും. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചിന്തകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ളവർ പറഞ്ഞൊരു കാര്യമാണ്, ചാനലിലിടുന്ന വീഡിയോസ് അപ്പം തന്നെ ലഭിക്കുന്നില്ല എന്നുള്ളത്. അത് വെറുതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അത്തരത്തിൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കില്ല. അങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുപോലെ അതിൻ്റെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ചിന്ത തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. ഇതുപോലുള്ള ചെറിയ ചെറിയ ചിന്തകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് പങ്കുവയ്ക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വന്ന് അയക്കാവുന്നതാണ്. അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.